കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ പെട്ടെന്നൊന്ന് നോക്കിയാലോ. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ ആയിരുന്നു. ഇപ്പോൾ നടന്നത് 23ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ്. ഈ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഫിന്നി എന്നുള്ള യൂണിക്കോൺ ആയിരുന്നു. ഈ കോമൺവെൽത്ത് ഗെയിംസിൽ ആകെ ഉണ്ടായിരുന്നത് 10 മത്സര ഇനങ്ങളാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. ആകെ ഇന്ത്യക്ക് 39 മെഡലുകളാണ് ലഭിച്ചത്. അതിൽ 13 സ്വർണമുണ്ട്, 17 വെള്ളിയുണ്ട്, 9 വെങ്കല മെഡലുകളുണ്ട്. ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ ഈ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ചത് ഏത് ഇനത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ബോക്സിംഗിൽ നിന്നാണ്. 7 സ്വർണ്ണ മെഡലുകളാണ് ലഭിച്ചത്. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് എത്ര സ്വർണ്ണ മെഡലുകൾ ലഭിച്ചു എന്ന് ചോദിച്ചാൽ 3 സ്വർണ്ണ മെഡലുകൾ ലഭിച്ചു. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ എത്ര മലയാളികളാണ് പങ്കെടുത്തത് എന്ന് ചോദിച്ചാൽ 5 മലയാളികൾ പങ്കെടുത്തിട്ടുണ്ട്. ആ 5 മലയാളികളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റണം. ഒന്ന് എം ശ്രീശങ്കറാണ്, വേറൊന്ന് മുഹമ്മദ് ബാസിലാണ്, വേറൊന്ന് KP സോദിഷ് ആണ്, വേറൊന്ന് സജൻ പ്രകാശ് ആണ്, വേറൊന്ന് അൻസ ബാബു. ഇതിൽ 2 പേരാണ് മെഡൽ നേടിയത്. എം ശ്രീശങ്കറിന് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പാരാ അത്ലറ്റിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ മുഹമ്മദ് ബാസിലിനും വെള്ളി മെഡൽ ലഭിച്ചു. ബാക്കിയുള്ളവർക്ക് മെഡൽ ലഭിച്ചിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം ഓർത്തു വയ്ക്കണം. ഇതിന്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.